എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാം, അല്ലെങ്കിൽ ദീർഘമായി പറയുന്നില്ല, അത് പറയാൻ പറ്റില്ല. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ അങ്ങയോട് നേരിട്ട് പറയാം. ഞാൻ ഈ സഭയിൽ പറയുന്നില്ല. പക്ഷെ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാം, അല്ലെങ്കിൽ ദീർഘമായി പറയുന്നില്ല, അത് പറയാൻ പറ്റില്ല. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ അങ്ങയോട് നേരിട്ട് പറയാം. ഞാൻ ഈ സഭയിൽ പറയുന്നില്ല. പക്ഷെ എനിക്കിത് കൊണ്ടുവരാതെ നിവൃത്തിയില്ല. സർ, അവരോട് വിളിച്ചു പറയണം, പ്രൊട്ടക്ട് ചെയ്യ സർ, അവരോട് വിളിച്ചു പറയണം, പ്രൊട്ടക്ട് ചെയ്യരുത്. പോലീസിനോട് നീതിപൂർവമായ നടപടി സ്വീകരിച്ചാൽ അറസ്റ്റ് ചെയ്ത് ആ കുടുംബം ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ഒരു നിവർത്തിയില്ലാത്ത ഒരു കുടുംബമാണ്. അവരുടെ ഒരു കുഞ്ഞിനോടാണ് ഈ ക്രൂരത ചെയ്തത്. പാർട്ടിക്കാരനാണ് എന്നതുകൊണ്ട് ആളെ സംരക്ഷിക്കുന്നത് ശരിയാണോ? ഇനി കള്ളക്കേസാണെങ്കിൽ പോലീസ് കേസെടുക്കും. പക്ഷെ അല്പം രാഷ്ട്രീയം കലർത്തിയെന്ന് മാത്രം. അത് പറയുമ്പോൾ ഈ സംഭവത്തിൽ വികാരം കൊള്ളുന്നത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ഞാൻ പറയുന്ന രാഷ്ട്രീയം കലർത്തി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിയെ ആരോ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഭാഗമാണ്. ആരും പ്രതിയെ സംരക്ഷിക്കാൻ തയ്യാറാകില്ല. സംരക്ഷിച്ചാലും പോലീസ് അയാളെ കണ്ടെത്തുകയും ചെയ്യും. അതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അത് കൂടുതൽ വിശദീകരിക്കാതിരുന്നത് നന്നായി. എറണാകുളം പുത്തൻവേലിക്കരയിൽ 4 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അയൽവാസിയായ സുബ്രഹ്മണ്യൻ എന്നയാൾ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ക്രൈം നമ്പർ 42/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടിയെ ആലുവ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ നിയമത്തിലെ കൂടുതൽ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. ഒളിവിൽ പോയ പ്രതിയെ പിടികൂടുന്നതിനായി പ്രതിയുടെയും ബന്ധുക്കളുടെയും ഫോൺ കോൾ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഊർജിതമായ അന്വേഷണം നടത്തി വരുന്നു. ഇത്തരം കേസുകളിൽ കുറ്റവാളികൾക്ക് യാതൊരുവിധ സംരക്ഷണവും നൽകുന്ന സമീപനമല്ല സർക്കാരിനുള്ളത്.